ലഥ്മാതി ചേർത്തൊരു പൊരുത്തം നിനയ്ക്കുകിലും അജിതന്റെ നാമഗണം അതിനിങ്ങു വേണ്ടു ദൃഢം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി. നാരായണായ നമ. ലക്ഷ്മാതി ചേർത്തൊരു പൊരുത്തം നിനയ്ക്കുകിലും അജിതന്റെ നാമഗണം അതിനിങ്ങു വേണ്ടു ദൃഢം. ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി. നാരായണായ നമ. ഇവിടെ ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ലഥ്മാതി ചേർത്തൊരു പൊരുത്തം എന്ന് പറയുന്നുണ്ട്. അപ്പോ പൊരുത്തം നോക്കിയിട്ട് നാമം ചൊല്ലുക പറഞ്ഞിട്ടൊരു ഏർപ്പാട് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഏത് രീതിയിൽ നാമം ചൊല്ലിയാലും ഒരു കോടി കോടി നാമുണ്ട്. അതില് ഒരു നാമവും പറ്റാത്തതില്ല എന്നാണ് പറയണത്. എല്ലാ നാമങ്ങളും എല്ലാവർക്കും പൊരുത്തപ്പെടുകയില്ല എന്ന് ഒരു മതമുണ്ട്. ഇപ്പോ ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പോ നമ്മളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാല് അതിനനുസരിച്ചല്ലേ, അതിനനുസരിച്ചാണല്ലോ സങ്കല്പം വേണ്ടത്. അതിനനുസരിച്ചാണ് നാമം വേണ്ടത്. ഇപ്പോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നമ്മള് സ്ഥിതി ജീവിതത്തിലെ സ്ഥിതി എന്ന ഘടകം നന്നാവാൻ വേണ്ടിയിട്ട്, കാരണം വസുദേവരെയും ദേവകിയെയും യശോദയെയും നന്ദഗോപരെയും അച്ഛനെയൊക്കെ ഓർത്തുകൊണ്ട് വസുദേവരുടെ മകൻ എന്ന അർത്ഥത്തിലാണ് ആ നാമം പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ശക്തി കുടുംബത്തിലേക്കൊക്കെ വ്യാപിക്കും. പിന്നെ അടുത്തൊരു വേറൊരു നാമം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് മഹാമന്ത്രമായിട്ട് എന്താ പറയാൻ കാരണം? ഇത് പറയാൻ കാരണം ഇതില് എത്ര നാമമുണ്ട്? ഹരിയുണ്ട്, രാമനുണ്ട്, വീണ്ടും ഹരിയുണ്ട്, പിന്നെ കൃഷ്ണനുണ്ട്. ഇത്രയും നാമങ്ങൾ വിളിച്ചേർന്നിട്ടുള്ള നാമാണ്, മന്ത്രാണ്. അപ്പോ ഓരോരോ കഷ്ടപ്പാടിനെയും ഓരോ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും എല്ലാറ്റിനെയും ഹരിക്കേണ്ടതിനെയൊക്കെ ഹരിക്കുന്നവരെന്ന് ആവർത്തിച്ചു വരുന്നു. രാമ എന്ന് പറയുമ്പോൾ രമിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം വരുന്നു. സന്തോഷിപ്പിക്കണം, ആനന്ദിപ്പിക്കുന്നവൻ എന്നുള്ള അത് വരുന്നു. പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും അതെ, ഏഹ്, പല അർത്ഥങ്ങളുണ്ടല്ലോ കൃഷ്ണന്. കാഷ്ണി വർണ്ണമുള്ളവൻ, സൗന്ദര്യം തികഞ്ഞവൻ, ആനന്ദസ്വരൂപൻ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. മാത്രമല്ല ഈ രണ്ടുപേരുടെയും ബലം, ബലഭദ്രന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും ബലം ഈ മഹാമന്ത്രത്തിൽ കിട്ടുകയും ചെയ്യും. ജീവിതത്തിലെ തൻ്റെ ലക്ഷ്യം ഏതാണോ അതിലേക്ക് എത്താനുള്ള അവർ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പോലെയാണ് ഈ മഹാമന്ത്രം. നമ്മളിങ്ങനെ നടന്ന് ജപിക്കുമ്പോൾ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന പോലുള്ള ഒരു ഫീല് നമുക്ക് ഈ മഹാമന്ത്രം ശീലിച്ചാൽ ഉണ്ടാവും. ഒരാൾ കലപ്പയും പിടിച്ചിട്ടും ഒരാൾ അവനവൻ്റെ ഓടക്കുഴലും പിടിച്ചിട്ടും നടക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ അവർ ജീവിതത്തിലുടനീളം കൂടുതൽ കൂടെ നടക്കും. അതാണ്. നാരായണ എന്നത് മോക്ഷഗാമികൾക്ക് ഉള്ള മന്ത്രമാണ്. സ്റ്റാറ്റിക് എനർജിയുടെ വേർഷനാണ് വിഷ്ണുവിൻ്റെ. അതുപോലെ വേറെ ഏതാ മന്ത്രം? മുകുന്ദൻ, മോക്ഷം കൊടുക്കുന്നയാള്. അത് വേണ്ടവർ മുകുന്ദൻ. ഗോവിന്ദൻ, നമ്മളെ കാത്തു രക്ഷിക്കണേ. ഇങ്ങനെ ഓരോ നാമത്തിനും എന്തുണ്ട്? ഓരോരോ സങ്കല്പമുണ്ട്. അപ്പോൾ ആ സങ്കല്പത്തിന് അനുസരിച്ച് ഏത് നാമവും ജപിക്കാം. പക്ഷെ ആ സങ്കല്പത്തിനനുസരിച്ച് ജപിച്ചാൽ അതേ അർത്ഥം തന്നെ. ഇപ്പൊ ധന്വന്തരമൂർത്തിയുടെ മന്ത്രം ഇല്ലേ ഇത്, അത് ദേവ ദേവകീസുത അത് അത് ശരണമന്ത്രം, സന്താനഗോപാല മന്ത്രം, ധന്വന്തര മന്ത്രം, ഓരോ മന്ത്രത്തിനും അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം അനുസരിച്ചുള്ള ഫലങ്ങൾ കിട്ടും. ഇവിടെ ഹരിനാമകീർത്തനം പറയുന്നു, ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ്. എല്ലാ നാമങ്ങളും എല്ലാവർക്കും പൊരുത്തപ്പെടില്ല. ജന്മസംസ്കാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ജന്മം കിട്ടുന്നത്. അതനുസരിച്ച് ബുദ്ധിക്കും മനസ്സിനും കർമ്മത്തിനൊക്കെ വ്യത്യാസം കാണും. അപ്പോൾ ബുദ്ധിക്കുള്ള മന്ത്രം, മനസ്സിനുള്ള മന്ത്രം, കർമ്മത്തിനുള്ള മന്ത്രമൊക്കെ ഉണ്ടാവും. വേറെ വേറെ ഉണ്ടാവും. അത് അത്ര സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഗുരുവിനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഗുരുവിനറിയാം. ഇപ്പൊ മോഹൻജി കഴിഞ്ഞ മീറ്റിൽ പറഞ്ഞ പോലെ ആർക്കാണ് കല്യാണം കഴിക്കേണ്ടത്, ആർക്കാണ് കല്യാണം കഴിക്കേണ്ടാത്തതെന്ന് ബുദ്ധന് അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ഏത് മന്ത്രമാണ് യോജിക്കുന്നത്? എല്ലാവർക്കും പരക്കെ യോജിക്കുന്ന മന്ത്രം നാരായണ മന്ത്രമാണ്, വാസുദേവായ മന്ത്രമാണ്, ഹരിരാമ മന്ത്രമാണ്. കാരണം ഇതൊക്കെ മനുഷ്യന് വേണ്ടതാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ചില മന്ത്രങ്ങള് അത് ഗുരുവിന് പറഞ്ഞു തരാൻ പറ്റും.
അല്ലെങ്കില് ഒരാളുടെ പ്രകൃതി അനുസരിച്ച് പ്രത്യേക ശബ്ദങ്ങള് സ്വാഭാവികം. അയാളുടെ വികാസത്തിന് അനുകൂലമാണ്. ഞാന് ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ഉരു ചൊല്ലിയിരുന്ന മന്ത്രായിരുന്നു ഹരേ രാമ, ഹരേ രാമ. വളരെ പവർഫുള്ളാണ്. നമ്മളുടെ ജീവിതത്തിന്റെ ഗതി മൊത്തം മാറ്റി വെച്ചിട്ടുള്ള മന്ത്രാണ് ഹരേ രാമ. ആ ഗുരുവായൂര് അവിടെ ഹരേ രാമ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അത് ചൊല്ലിത്തുടങ്ങിയത്. അപ്പോ കണ്ടിണ്ടാവൂലോ ഒരു ഹരേ രാമ ജപത്തിന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ മോളിൽ വെച്ചിട്ടാ അത്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? അപ്പൊ അങ്ങനെ അത്തരം നാമങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പ്രയോജനമാണെന്നാണ് ജപത്തിന്. പിന്നെ ഗുരുമുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വിധത്തില്. അതില് പല മാർഗ്ഗങ്ങളുണ്ടത്രേ നാമം തിരഞ്ഞെടുക്കാൻ. അതില് പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗത്തിനെയാണ് സിദ്ധാരികോഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ സിദ്ധാരികോഷ്ടം എന്താന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അത് ഇതില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കങ്ങനെ കേട്ടിട്ട് സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. ഇതില് പറയുന്നത് ഇങ്ങനെയാണ്. 16 കോളം ഉണ്ടത്രേ സിദ്ധാരികോഷ്ടത്തില്. നമുക്ക് കോളമുള്ള ഒരു പുസ്തകം സങ്കല്പിക്കുക. അതിൽ 16 കോളം. ഓരോ കോളത്തിലും അക്ഷരങ്ങളുണ്ടെന്ന്. ആ അക്ഷരങ്ങളില് 3 എണ്ണം ഉണ്ട്. ള്, ച, മ. ആ, നാമം ജപിക്കുന്ന ആളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഏത് കോളത്തിലാണോ ഉള്ളത്, ആ കോളം മുതല് എണ്ണണത്രേ. 1, 2, 3, 4 എന്നിങ്ങനെ ജപിച്ചിട്ട് അത് എണ്ണീട്ട് ജപിക്കാൻ തിരഞ്ഞെടുക്കുന്ന നാമത്തിന്റെ ആദ്യത്തെ അക്ഷരം വരെ എണ്ണണംന്ന്. എന്നുവെച്ചാല് ഇപ്പൊ രാധാമണി എന്നാണ് എന്റെ പേര്. അപ്പൊ എന്റെ ആദ്യത്തെ അക്ഷരം ഏത് കോളത്തിലാണോ ഉള്ളത്, എവിടെയായിരിക്കും ഉണ്ടാവുക? യ, ര, ല, വ, ശ, ഷ, സ എന്നുള്ളതില് രായുടെ കോളത്തിലാണ് ഉണ്ടാവുക. ര. അവിടെ തൊട്ട് ഞാൻ എന്തെണ്ണും? യ, ര, ല, വ, ശ, ഷ, സ 1, 2, 3, 4 അങ്ങനെ എണ്ണി 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 ഞാൻ പോവുകയാണ് മേലേക്ക്. അ, ആ, ഇ, ഈ ഒക്കെ എണ്ണും. എണ്ണി 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 എനിക്ക് വേണ്ടത് നാരായണ എന്ന നാമാണെന്ന് വിചാരിക്കുക. അപ്പൊ എടുക്കുന്ന ഒരു കള്ളിയിൽ ഞാൻ എത്തി എണ്ണീട്ട്. ത, ഥ, ദ, ധ, ന ഉണ്ടാവില്ലേ? അതില് നായിലെത്തി. അപ്പോ അങ്ങനെ എണ്ണീട്ട് എത്തി. ഇനി ആ ഇതിപ്പോ എങ്ങനെയാന്ന് നമുക്ക് ഇങ്ങനെ ഐഡിയ എടുക്കാനേ പറ്റുള്ളൂ. ഒന്നില് 1, 2, 3, 4 എടുത്തൂലോ നമ്മള്. ഒന്നിൽ ഒന്നിൽ നാമത്തിന്റെ ആദ്യ അക്ഷരം വന്നിണ്ടെങ്കിൽ അതിനെ സിദ്ധന്ന് പറയും. 2ല് വന്നാല് സാധ്യന്ന് പറയും. 3ൽ വന്നാൽ സ്വസിദ്ധന്ന് പറഞ്ഞു. 4ൽ വന്നാൽ അരി എന്ന് പറയും. സിദ്ധനിൽ വന്നാല് ഉത്തമാണ്. എന്ന സ്വരത്തിന് ഭൂമി, പർവ്വതം, ദേവമാതാവ് എന്നൊക്കെ അർത്ഥം. ഝ എന്നതിന് ഉറക്കം, കിലുകിലി ശബ്ദം, ബൃഹസ്പതി, കൊടുങ്കാറ്റ് എന്നർത്ഥം. ക്ക് സമയം, ചന്ദ്രൻ, ജലം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇങ്ങനെയുള്ള അർത്ഥം ഒക്കെ അങ്ങനെയാണല്ലോ. ഈ 3 അക്ഷരങ്ങളും ഉള്ള സിദ്ധാരികോഷ്ടത്തിലെ അക്ഷരങ്ങളുടെ അക്ഷര സിദ്ധാരികോഷ്ടത്തിലെ അക്ഷരങ്ങളുടെ പൊരുത്തം നോക്കിയാലും അതിന്റെ അർത്ഥം വിഷ്ണു സംബന്ധിയായിരിക്കും. ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ട്. ഇപ്പൊ നമ്മള് രാമായണമൊക്കെ പകില്ലേ, അതുപോലെ ഒരു അക്ഷരം വെച്ചിട്ടൊരു കോഷ്ടമുണ്ട്. ഒരു ഗുണകോഷ്ടം പോലത്തെ ഒരു കോഷ്ടം, സിദ്ധാരികോഷ്ടം. അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാന്നാ പറയണത്? ചുരുക്കം പറഞ്ഞാല് നാമം കണ്ടുപിടിക്കാം. എങ്ങനെ നോക്കിയാലും വിഷ്ണു സംബന്ധിയായിട്ടുള്ള അർത്ഥാണ് കിട്ടുകന്ന്. അപ്പോ എന്താത്രേ വിഷ്ണു അതാണ് കിട്ടുകയെന്നുണ്ടെങ്കില് ഭൂമി വിഷ്ണുവിന്റെ പത്നി. കൂർമാവതാരത്തില് മന്ദരപർവ്വതം ഉയർത്തി ദേവമാതാവിലാണ് വാമനായിട്ട് അവതരിച്ചത്. യോഗനിദ്രയിലാണ് വിഷ്ണു കഴിയുന്നത്. ആകാശത്തിലൂടെ ഗരുഡന്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്. കാറ്റിന്റെ വേഗമുള്ളതും കാറ്റുയർത്തുന്നതുമായിട്ടുള്ള ഗരുഡനാണ് വിഷ്ണുവിന്റെ വാഹനം. ബൃഹസ്പതി ദേവഗുരു ആയതുകൊണ്ട് വിഷ്ണുവിനോട് സംബന്ധമുള്ള ദേവനാണ്. കാലത്തിന്റെ വിധാതാവാണ് ബൃഹസ്പതി. ബൃഹസ്പതിയുടെ കണ്ണിൽ ഒന്ന് ചന്ദ്രനാണ്. നാഭിയുടെ താമരയിലെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് മംഗളസ്വരൂപൻ എന്ന നിലയിൽ മകാരത്തിന്റെ അർത്ഥവും വിഷ്ണുവിനോട് പൊരുത്തപ്പെട്ടവൻ. അങ്ങനെ നോക്കുമ്പോ ലഥമാതി എന്നുള്ളതിലെ അർത്ഥങ്ങളുടെ പൊരുത്തമുള്ള സർവ്വവ്യാപിയായ ഭഗവാൻ നാരായണന്റെ നാമം ഉത്കൃഷ്ടം. അതാണ് നാരായണൻ എന്നുള്ള പേരിന് ഇത്ര അധികം മഹത്വം പറയുന്നത്. നാരായണൻ എന്ന പേര് ഏറ്റവും അധികം ഉത്കൃഷ്ടമാണ് എങ്ങനെ നോക്കിയാലും. എന്തായാലും ഹരിയുടെ നാമാണ് ഉത്തമമായിട്ടുള്ളത്.
എങ്ങനെ നോക്കിയാലും എന്ത് നോക്കിയാലും വിഷ്ണുനാമമാണ് ശ്രേഷ്ഠം. വിഷ്ണു വ്യാപകമായ ധാതുവിൽ നിന്ന് നിഷ്പന്നമായ പദമാണ്. ഹരി സംസാരത്തെ ഹരിക്കുന്നവനാണ്. അതാണ് ബ്രഹ്മം. അതിനെയാണ് അക്ഷരം. അപ്പൊ അക്ഷരങ്ങളൊക്കെ വിഷ്ണുവിനെ തന്നെയാണ് യഥാർത്ഥമാക്കുന്നത്. ബ്രഹ്മത്തിന്റെ സഗുണരൂപമായ വിഷ്ണുവിന്റെ നാമമാണ് സാധകന് ഭക്തിമാർഗത്തിൽ നിതരാം സുലഭമായ മന്ത്രം. കോടിക്കണക്കിന് വിഷ്ണുനാമുണ്ട്. അതിൽ ജപിക്കാൻ പറ്റാത്ത ഒരൊറ്റ നാമവും ഇല്ല. പൊരുത്തം നോക്കിയാലും ഇല്ലെങ്കിലും ഹരിനാമം ആർക്കും സ്വീകരിച്ച് ജപിക്കാവുന്നതും മോക്ഷം നേടാവുന്നതുമാണ്. നാമത്തിന് ആധാരമായ ജപം വെച്ചുകൊണ്ട് പൊരുത്തം നോക്കി നാമം തിരഞ്ഞെടുത്താലും ഹരിനാമ കീർത്തനം ആർക്കും ഹിതകരമാണ്. ഹരി എന്ന നാമം, നാരായണൻ എന്ന നാമം എങ്ങനെ പൊരുത്തം നോക്കിയാലും ഇല്ലെങ്കിലൊക്കെ ആർക്കും പറ്റണതാണ്. ഇത്രയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എത്രയോ നാമങ്ങൾ ഭഗവാനുണ്ട്. ഏതും ഗംഭീരാണ്. ഹരി എന്നുള്ളതും നാരായണൻ എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള നാമം ആർക്കും എപ്പോഴും ചൊല്ലാം. ഇതാണ് ചുരുക്കം. ളകാരമാദി മുതലായിട്ട് ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോട്. ഏകാന്തഭക്തി അകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്ത്. ഹരിനാരായണായ നമ. ളകാരമാദി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോട്. ഏകാന്തഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത്. ഹരിനാരായണായ നമ. അക്ഷരങ്ങൾക്കൊക്കെ അർത്ഥമുള്ള ഭാഷയാണ് സംസ്കൃതം. ളകാരം എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന മുമ്പത്തെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു അക്ഷരം കേട്ടോ. ളകാരത്തിന് മാതാവ്, അപ്സരസ്, ശിവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അമ്മ, ശിവൻ തുടങ്ങിയവരെല്ലാം തൊഴുതുകൊണ്ട് ഞാൻ ഭഗവാനോട് കൈകൂപ്പി വണങ്ങി ഇതാ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ളകാരം തുടങ്ങിയിട്ട് നമസ്കാരപൂർവ്വം ഞാൻ ഭഗവാനോട് പറയാണ്. എന്തിനാണ് വന്ദിക്കുന്നത്? ഏകാന്ത ഭക്തി ഉണ്ടാകുന്നതിന്. മറ്റൊരു വിഷയത്തിലും ചെല്ലാത്ത ഭക്തി ഭഗവാനിൽ ഉണ്ടാകണം. അതിന് വൈകുന്നതിൽ മാത്രമാണ് ഭക്തന് വേദനയുള്ളൂ. ഈ പദ്യത്തിലെ ഏകാന്ത ഭക്തി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നിനും മനസ്സ് പതിയാതെ എന്നും ഭഗവാനെ തന്നെ ആര് ഭജിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം ഭഗവാൻ കൈവരുത്തും. അനന്യ ചിന്തയാണ്, മറ്റൊരു ചിന്തയില്ലാണ്ട് ഭഗവാനെ മാത്രം ചിന്തിക്കുന്ന അവസ്ഥ. അതാണ് ഏകാന്ത ഭക്തിയുടെ സ്വഭാവം. ഏകാന്ത ഭക്തിയുള്ളവര് സതതയുക്തന്മാരും ആയിരിക്കണം. എന്നുവെച്ചാൽ എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ ഒട്ടി നിൽക്കണം. എന്നിൽ ഉറയ്ക്കുകയെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ 2 ധ്രുവങ്ങളെയും യോജിപ്പിക്കുക എന്നാണ് അർത്ഥം. ഭൗതികവും ആധ്യാത്മികവും ചേർന്ന് ഇഷ്ടദേവതയായി തീർന്ന് തന്റെ അഹന്തയെ അതിൽ ഹോമിച്ച് ജീവിതം തന്നെ യജ്ഞമായി തീരുകയാണ് ഏകാന്ത ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടത്. ക്രമേണ ആ സമർപ്പണം താൻ അറിയാതെ താൻ എല്ലാറ്റിനും അതീതനായി തീരത്തക്ക നിലയിലേക്ക് ഉയർന്നുകൊള്ളും. അപ്പൊ പിന്നെ ഭക്തനെന്നോ ഭക്തി എന്നോ ഭജിക്കപ്പെടുന്ന ഈശ്വരനെന്നോ ഉള്ള ഒരു ത്രിപുടി, അതിനെ ത്രിപുടി എന്നാണ് പറയാ, അതില്ലാതായി തീരുകയും ജീവിതത്തിന്റെ പരിപൂർണത കൈവരുകയും ചെയ്യും. ഇതാണ് യോഗാത്മകത്വം. നമ്മുടെ എല്ലാ പണികളുടെയും എല്ലാ കർമ്മങ്ങളുടെയും പൊതുവായ ലക്ഷ്യം ഈ യോഗാത്മകത്വമാണ്. പക്ഷെ അത് ശരിക്കും അറിയാതെ ആളുകൾ ജീവിതത്തിൽ കിടന്ന് ഭ്രമിച്ച് ക്ലേശിച്ച് കഴിഞ്ഞുകൂടാണ്. അതിന് പ്രതിവിധിയായിട്ടാണ് ഏകാന്തഭക്തി അകമേ വന്നുദിക്കാൻ വേണ്ടിയിട്ട് തുഞ്ചത്ത് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. എണ്ണുന്നു രാമഹരി രാഗാതി പോവതി നിന്നെണ്ണുന്നിതാറുപടി കേറിക്കടപ്പതിന് കണ്ണും മിഴിച്ചവനിരിക്കുന്നൊരേ നിരയിൽ എണ്ണാവതല്ല ഹരി
നാരായണായ നമ എണ്ണുന്നു രാമഹരി രാഗാദി പോവതി നിന്നെണ്ണുന്നിതാറുപടി കേറിക്കടപ്പതിന് കണ്ണും മിഴിച്ചവനിരിക്കുന്നൊരേ നിലയിൽ എണ്ണാവതല്ല ഹരി നാരായണായ നമ. ഇടതടവില്ലാതെ നാമം ജപിക്കുമ്പോ രാഗം, ദേശം മുതലായവയൊന്നും മനസ്സിൽ വരില്ല. രാഗം, ദേഷ്യം എന്നിവയൊക്കെ മനസ്സിൽ വരുന്നത് ദ്വന്ദ്വബോധ നിമിത്താണ്. രണ്ട് എന്നുള്ള വിചാരം കൊണ്ടാണ്. ദ്വന്ദ്വബോധത്തിന് കാരണം വിചാരത്തിന്റെ ധാരയില് വസ്തുസ്വരൂപപരമായിട്ടുള്ള പരിവേഷം ഉണ്ടാവുന്നത് കൊണ്ടാണ്. തുടർച്ചയായിട്ടുള്ള നാമജപം ബോധതലത്തെ അപരിച്ഛേദ്യമായിട്ട് സൂക്ഷിക്കും. അതുകൊണ്ട് ഞാൻ എന്നും നീ എന്നും ഉള്ള നൈമിഷികമായ ബോധം ഉണ്ടാക്കില്ല. അതുകൊണ്ട് രാഗദ്വേഷാദികളും ഉണ്ടാവില്ല. 6 പടി കേറിക്കടക്കുന്നതിന് എണ്ണാണ്. രാഗദ്വേഷാദികളെ അകറ്റി നിർത്തിക്കഴിഞ്ഞാല് ഉണ്ടാകുന്ന വികാസം 6 പടിയും കടക്കലാണ്. ഏതാണ് ഈ 6 പടി? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ നാഡീചക്രങ്ങളാണ് 6 പടി. ഇവയിൽ കടന്നാൽ എവിടെ ചെല്ലും? നമ്മുടെ ബോധം കേവലമായിട്ട് തുരീയമായിട്ട് തെളിയും. ആത്മജ്ഞാനം ഉണ്ടാവും. 7ാമത്തെ സഹസ്രാരത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും മുക്തി ലഭിച്ചു കഴിയും. അറിവുകളുടെ അറിവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ആത്മാവിന്റെ സ്വരൂപം. സുഷുമ്ന നാഡിയിലുള്ള ചക്രങ്ങളാണ് ഈ പറയപ്പെട്ടവ. ഭക്തൻ കുണ്ടലിനി ശക്തി ഈ ആധാരങ്ങൾ കടന്നു പോകുന്നതിനും ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നതിനും വേണ്ടി നാമം ജപിക്കുകയാണ്. കണ്ണും മിഴിച്ച് ഇരിക്കുന്ന ഒരേ നിലയിൽ എണ്ണാവതല്ല എന്ന് പറഞ്ഞാല് കണ്ണു മിഴിച്ചിരിക്കുക, അത്ഭുതത്തോടു കൂടിയിട്ട്, അത്ഭുതം നിറച്ചിരിക്കുന്ന കണ്ണോട് കൂടിയിട്ട് ഇരിക്കുക. സമാധിസ്ഥിതമായിട്ടുള്ളൊരു അവസ്ഥയാണത്. നാമം ജപിച്ചും ജീവിച്ചും അങ്ങനെ അങ്ങ് ഇരുന്നാല് പിന്നെ ഭക്തന് ഭാവസമാധി ഉണ്ടാവും. എല്ലാം വിസ്മരിച്ചിട്ട് ഏതാണ്ടൊരു ആത്മാരാമന്റെ അനുഭവം അയാൾക്കുണ്ടാവും. അതെങ്ങനെയാണ് എന്ന് വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയണു. ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരം ഏകാന്തമെന്ന വഴി പോകുന്നിതെൻ മനവും കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരമേകാന്തമെന്ന വഴി പോകുന്നിതെൻ മനവും കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. അരേന്യങ്ങളുടെ പിന്നാലെ കാക്ക പറന്നു പോകുന്നത് പോലെ എൻ്റെ മനസ്സ്, ഇവിടെ ആചാര്യന്റെ മനസ്സ്, തുഞ്ചത്താചാര്യന്റെ മനസ്സ് ഏകാന്ത യോഗികളോടുള്ള ഭക്തി കാരണം ഏകാന്തമായ മാർഗത്തിൽ ഇതാ പോകുന്നു. ഇവിടെ ആചാര്യൻ മഹായോഗിയാണെങ്കിലും തൻ്റെ വിനയമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. കാക്ക അരേന്യത്തിന്റെ പിന്നാലെ പറന്നുപോയാൽ എവിടെ വരെ പോകാനാണ്? ഇവിടെ ഒരു അർത്ഥസൂചനയുള്ളത് സുബ്രഹ്മണ്യനും പരശുരാമനും ഒക്കെ കടന്നതായിട്ട് പുരാണങ്ങൾ പറയുന്നത് ഹിമാലയത്തിലെ ഒരു ക്രൗഞ്ചദ്വാരം, ഹംസദ്വാരം, മോക്ഷപദം എന്ന് കരുതുന്നുണ്ട്. ഹംസങ്ങൾ മാനസ സരസിലും ഹംസദ്വാരത്തിലൊക്കെ പറന്നെത്തുന്നിടത്ത് കാക്കയ്ക്ക് എങ്ങനെ പറന്നു തരാൻ പറ്റും? ഇവിടെ കുറച്ച് ചിന്തിച്ചാല് ഒരർത്ഥം ഉണ്ട്. കാക്ക കുളിച്ചാലോ ചമഞ്ഞാലോ അരയന്നമാകില്ല എന്നൊരു ചൊല്ലുണ്ട്. കാക്ക താമസ സ്വഭാവത്തിന്റെ പ്രതീകമാണ്. ഹംസ ആകട്ടെ സാത്വിക ഭാവം കൊണ്ട് സമുന്നതനായിട്ടുള്ളൊരു യോഗിയുടെ ഭാവത്തിലാണ്. അരയന്നം പരമഹംസന്റെ പോലെയാണ്, പരമഹംസവാജിയാണ്. അപ്പൊ കേവലം തമോ ഗുണഗ്രസ്തനായിട്ടുള്ള കാക്കയെ പോലുള്ള ഒരു അജ്ഞാനി പരമയോഗിയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ പരിഹാസ്യതയും നിരർത്ഥകതയൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു.
പക്ഷെ ഏകാന്ത യോഗികളിലാണ് ആകാംക്ഷയുള്ളത്. ഏകാന്ത യോഗി എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി. അപ്പൊ ബ്രഹ്മജ്ഞാനികളോട് നിതാന്തമായ ഭക്തിയുള്ളത് കൊണ്ട് തന്റെ മനസ്സ് എത്ര തമോ ഗുണത്തിൽ മുങ്ങിപ്പോയതാണെങ്കിലും ബ്രഹ്മജ്ഞാനികളുടെ കൊതി പൂണ്ട് ബ്രഹ്മത്തിന്റെ സാക്ഷാത്കരണത്തിനുള്ള മാർഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഹരിനാമകീർത്തന കർത്താവ് പറയുന്നുണ്ട്. തന്റെ ശ്രമം നിഷ്ഫലമൊക്കെ ആയിരിക്കാം എന്ന് വെച്ചിട്ട് ആ മാർഗത്തിലൂടെയുള്ള യാത്ര എങ്ങനെ ഉപേക്ഷിക്കുക? ഏകാന്തയോഗികളില് അഭിനിവേശം ഉണ്ടായിക്കഴിഞ്ഞു. മാർഗദർശകന്മാര് ഏകാന്തയോഗികളും ലക്ഷ്യം ബ്രഹ്മവും സാധന എന്ന് പറയുന്നത് യോഗികളുടെ വഴിയേയുള്ള മനസ്സിന്റെ യാത്രയാണ്. ഇങ്ങനെ സാധ്യം സിദ്ധിപദത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ട സാധനകൾ കൊണ്ട് ഒരു സാധകന് സിദ്ധി ഉണ്ടാകുന്നു എന്ന് ഈ ശ്ലോകം പറഞ്ഞു തരുന്നുണ്ട്. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൻ മൂന്നുമേഴുമത ചൊവ്വോടൊരഞ്ചുമിവ രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമ. അയ്യഞ്ചുമഞ്ചുമുടനയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടനെൻ മൂന്നുമേഴുമത ചൊവ്വോടൊരഞ്ചുമിവ രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമ. ഇവിടെ 115 തത്വങ്ങളെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. പുരുഷൻ, പ്രകൃതി, മഹത്വത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ഇങ്ങനെ 24 തത്വങ്ങള് സാഖ്യദർശനം അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഈ 24നെ തന്നെ 96 കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 115 തത്വങ്ങൾ ഉള്ളതായിട്ട് ആചാര്യൻ പറയുന്നു. സാഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യയെ സംബന്ധിക്കുന്നത്. സാഖ്യദർശനം കപിലാചാര്യന്റെ ആണല്ലോ. സാഖ്യം എന്താണ് പറയുന്നത്? മൂലപ്രകൃതിയിൽ നിന്ന് വികസിക്കുന്നു, മൂലപ്രകൃതിയിലേക്ക് തന്നെ ചുരുങ്ങുകയും ചെയ്യുന്ന വികാരഭേദമാണ് തത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ തത്വങ്ങൾ മുഴുവൻ പുരുഷനിലാണ് വ്യാപിച്ചിരിക്കുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അത് തന്നെയാണ് ബോധം. ഈ തത്വങ്ങളൊക്കെ മൂലപ്രകൃതിയില് പുരുഷന്റെ പ്രകാശം തട്ടിയുണ്ടാകുന്ന പരിണാമമാണ്. എന്ന് വെച്ചാൽ സൃഷ്ടി നടക്കുന്നത് പ്രകൃതിയിലാണ്. അത് ബോധത്തിന്റെ പ്രകാശം തട്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബോധം, അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലെങ്കിൽ പുരുഷനുള്ളത് കൊണ്ടാണ് സൃഷ്ടിയൊക്കെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ മൂലപ്രകൃതിയിൽ സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുന്ന സത്കാര്യങ്ങളാണ്. അതുകൊണ്ട് കാപിലന്മാരെ പരിണാമവാദി, സത്കാര്യവാദി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാഖ്യ ശബ്ദത്തിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ മൂലപദാർത്ഥങ്ങളെ ഒരു പലതായി കൽപ്പിക്കുന്നു. ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയില് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുമായി തീരെ തക്കവണ്ണം കൂടിക്കലരുന്ന 96 ചില മൂലപദാർത്ഥങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ആ മൂലപദാർത്ഥങ്ങളുടെ സ്ഥാനമാണ് ഈ തത്വങ്ങൾക്ക്. സാഖ്യന്മാരുടെ പദാർത്ഥങ്ങളുടെ ഈ കണക്ക് അദ്വൈത ദർശനത്തിന് എതിരൊന്നുമല്ല. പ്രപഞ്ചത്തിന്റെ വ്യാവഹാരിക സത്ത ശ്രീശങ്കരൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോ സ്ഥൂല പ്രപഞ്ചത്തെ എത്രയായി തരംതിരിച്ചാൽ യുക്തിഭംഗം വരില്ല. പാരമാർത്ഥിക സത്ത എന്ന് വെച്ചാൽ പരമാർത്ഥമായിട്ടുള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ജ്ഞാനിയുടെ ആത്യന്തിക അനുഭവമാണ്. ഒരു ജ്ഞാനിക്ക് മാത്രമേ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ അവസ്ഥയിൽ ചെല്ലുന്നവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന അദ്വൈത ബോധത്തെ പറ്റിയിട്ട് ഭൗതികമായ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്കും അറിയാൻ കഴിയില്ല. അദ്വൈത സിദ്ധാന്തവുമായിട്ട് ഭൗതിക അനുഭവം വിടാതെ കഴിയുന്ന ഒരാളുടെ അഭിപ്രായമല്ല ഇത്. അനുഭവസ്ഥനായ ഒരു മഹായോഗിയുടെ ദർശനത്തിന്റെ അനുഭവമാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഒന്നിന്നു തത്വമിത് ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിൽ എത്തുന്നു മോക്ഷമതിൽ നാരായണായ നമ. ഒന്നിന്നു തത്വമിതു ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി മർത്യന്റെ ജന്മനില
പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷമതിൽ നാരായണായ നമഃ.